അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് റാഗിപ്പൊടി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വേറെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ബെനിഫിറ്റ് നൽകുന്നതാണ്. അപ്പോൾ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ നമ്മുടെ നിറം വർദ്ധിപ്പിക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. ഇത് നമുക്ക് പ്രഷർ, കൊളസ്ട്രോൾ, BP ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് വെറും വയറ്റിൽ കുടിച്ചാൽ മതി. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് റാഗിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടുള്ള റാഗിയാണെന്നുള്ളതെങ്കിൽ തലേന്ന് രാത്രി ഒന്ന് കുതിർത്തി വെക്കണം, എന്നിട്ട് പിറ്റേന്ന് അരച്ചു വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന റാഗിൻ്റെ പൊടിയാണ്. വെറും 2 ടേബിൾ സ്പൂൺ പൊടി മാത്രം മതി. ഇത് വെച്ചിട്ട് 2 ആൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓട്സ് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓട്സ് അതിൽ കിടന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് 2 സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ പൊടി ഇതുപോലെ വേറെ നിൽക്കും. ഇനി ഇതിപ്പോൾ സിമ്മിലിട്ട് റാഗിയും ഓട്സും നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കുറുക്കൊക്കെ കാച്ചുമ്പോൾ നല്ലതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കാന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 6 മാസം മുതലുള്ള കുട്ടികൾക്കൊക്കെ റാഗിയും അതുപോലെ ഗോതമ്പൊക്കെ വെച്ചിട്ട് കുറുക്കൊക്കെ കാച്ചാറില്ലേ, അതുപോലെ തന്നെയാണ് നമ്മളിത് കാച്ചെടുക്കുന്നത്. പക്ഷെ നമ്മൾ അതിൽ ആദ്യം പാലൊഴിക്കുന്നുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ പാലൊഴിക്കുന്നില്ല. ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കാന്ന് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടും. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിലിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നത് കാരണം റാഗിക്ക് ഒരുപാട് വേവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയ തീയിലിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും കുറുകിയത് മതിയാകും. ഇതിപ്പോൾ കുറച്ചുകൂടി തണുക്കുന്ന സമയത്ത് വീണ്ടും കട്ടയാകും. അപ്പോൾ ഇതിപ്പോൾ നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, തണുത്തതിന് ശേഷം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഹെൽത്തിയും ബെനിഫിറ്റും ആയിട്ടുള്ളത് നമ്മുടെ മുഴുവൻ റാഗിക്ക് തന്നെയാണ്. പൊടിനേക്കാളും നല്ലത് നമ്മുടെ മുഴുവൻ റാഗി തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായ ഈത്തപ്പഴമാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. കൂടുതൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഷുഗർ ഫുള്ളായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഡേറ്റ്സ് ഒക്കെ കഴിക്കുന്നത് ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. രക്തക്കുറവുള്ളവരൊക്കെ ആണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഈത്തപ്പഴം 2 3 ഒക്കെ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഒരു മാസമൊക്കെ കണ്ടിന്യൂ ആയി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 2 എണ്ണത്തിന് പകരം 4 എണ്ണം കഴിച്ചാൽ നല്ലതാണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ ഡേറ്റ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ്. അപ്പോൾ പാല് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. എത്രത്തോളം ഈ ഡ്രിങ്കിന് കട്ട് വേണം അത്രത്തോളം നിങ്ങൾക്ക് ചേർക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചെടുക്കാം.
അപ്പോൾ ഇതാ ഞാനിത് നല്ലതുപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ റാഗി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഡ്രിങ്ക് ആണ്. ഷുഗറും കൊളസ്ട്രോളും BP ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ്. റാഗിന്റെ ഗുണം ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിയാ സീഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിയാ സീഡിന്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്കിന്ന് ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. സ്കിന്ന് ഗ്ലോ ആവാൻ മാത്രമല്ല ഹാർട്ടിനും ഷുഗർ പേഷ്യൻസിനും ഒക്കെ നല്ലതാണ്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട്സ് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിലും തിക്നെസ് വേണമെങ്കിൽ പാലിന്റെ അളവൊന്ന് കുറച്ചാൽ മതി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്